നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2021 മുതൽ 2025 വരെ PSC നടത്തിയ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു സന്തോഷകരമായ കാര്യം, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ആപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പൊ വരെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാരെയും സർക്കാർ ജോലി വാങ്ങിത്തരണം, ഓരോ ആൾക്കാർക്കും സർക്കാർ ജോലി വാങ്ങിത്തരണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയറൻസും എല്ലാം നമ്മുടെ ആപ്പിൽ തരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ്, എല്ലാ കാര്യങ്ങളും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടി വരരുത്. ആ ഒരു രീതിയിലാണ് എല്ലാം ഞാൻ കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫുൾ സിലബസ് കവറേജ് മാത്രമല്ല, ഒരു കോഴ്സ് എടുക്കുന്ന വ്യക്തിക്ക് ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പുതിയ SCRT, പഴയ SCRT, NCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം അവൈലബിൾ ആക്കുന്നത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഇന്ന് ആപ്പിന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വമ്പൻ ഒരു ഓഫറാണ് ഞാൻ തരുന്നത്. 15% ഡിസ്കൗണ്ട് ഇന്ന് നിങ്ങൾ ആപ്പിലെ ഏത് കോഴ്സ് എടുത്താലും കിട്ടുന്നതായിരിക്കും. 15% ഫീസിൽ നല്ലൊരു ഡിഫറൻസ് തന്നെ വരും. അപ്പോൾ സെലിബ്രേഷൻ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതിയെ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. ഇന്ന് രാത്രി 12 മണി വരെ കോഴ്സ് എടുക്കുന്ന എല്ലാവർക്കും. ഇപ്പൊ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ഓരോ കോഴ്സിനും. അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഇനി വരുന്ന CPO, WCPO, ഫയർമാൻ, ഫയർവുമൺ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എല്ലാ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, ജനറൽ PSC പരീക്ഷ, ദഫേദാറിന്റെ പരീക്ഷ, 10th പ്രിലിംസ് 2025 ഡിഗ്രി ലെവലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ. 15% ഡിസ്കൗണ്ട് ഇന്ന് സെലിബ്രേഷൻ എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അപ്പൊ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് മധ്യവർഗമാണ്. ശരിയായ പ്രസ്താവനയാണ്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. ശരിയാണ്. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. അത് തെറ്റാണ്. അപ്പൊ ആദ്യത്തെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് നവോത്ഥാന നായകന്മാർ പറഞ്ഞ കോട്സ് നോക്കിയാലോ. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞതാര? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന വാഗ്ഭടാനന്ദനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാണ്? ചട്ടമ്പി സ്വാമികളാണ് ഇപ്രകാരം പറഞ്ഞത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാണ്? ചട്ടമ്പി സ്വാമികൾ. ഓർക്കുക. അടുത്ത ചോദ്യം, അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു ആണ്. AV കുഞ്ഞമ്പു. എന്താണ് ഈ അഭിനവ ഭാരത് യുവക് സംഘം? ഭഗത് സിംഗ് സ്ഥാപിച്ച നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന രൂപീകരിക്കണം എന്ന ആശയത്തോടു കൂടി സ്ഥാപിച്ചതാണ് അഭിനവ ഭാരത് യുവക് സംഘം. അപ്പൊ ഭഗത് സിംഗ് സ്ഥാപിച്ച നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന രൂപീകരിക്കണം എന്ന ആശയത്തോടു കൂടി സ്ഥാപിച്ചതാണ് അഭിനവ ഭാരത് യുവക് സംഘം. സ്ഥാപിച്ചത് ആരാണ്? AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പു.
ആരാണ് AV കുഞ്ഞമ്പു? കരിവെള്ളൂർ സമരനായകൻ. കരിവെള്ളൂർ സമരനായകനാണ് AV കുഞ്ഞമ്പു. അപ്പൊ കരിവെള്ളൂർ സമരനായിക ആരാണ്? PSC എപ്പോഴും ചോദിക്കാറുണ്ട്. K ദേവയാനി. K ദേവയാനിയാണ് കരിവെള്ളൂർ സമര നായിക. ഈ കരിവെള്ളൂർ സമരനായികയായ K ദേവയാനിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ടല്ലോ, ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ. ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ എന്ന കൃതിയുടെ രചയിതാവാരാണ്? K ദേവയാനിയാണ്. K ദേവയാനി. ആരാണ്? P കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് P കൃഷ്ണപിള്ള. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഇവിടെ ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ ശരിയാണ്. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മി നയിച്ചു. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. അപ്പൊ മുകളിൽ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു കരിവെള്ളൂർ സമരനായിക K ദേവയാനിയാണെന്ന് പറഞ്ഞു. തോൽവിറക് സമരനായിക ആരാണ്? കാർത്യായനി അമ്മയാണ് തോൽവിറക് സമരനായിക. പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചതാരാ? ആര്യാപ്പള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്. മേച്ചൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്നുള്ളതല്ല, കണ്ടു. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി തന്നെയാണ് ഇന്ത്യൻ ദേശീയവാദികൾ ബംഗാൾ വിഭജനത്തെ കണ്ടത്. ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തെറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനത്തെ ക്രൂരമായ തീരുമാനം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ബാലഗംഗാധര തിലകാണ്. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അടുത്ത ചോദ്യം, 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. ശരി. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ശരി. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറിച്ചു. ശരിയാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പൊ അടിയന്തരാവസ്ഥ 3 അടിയന്തരാവസ്ഥ: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ 360. ഒന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ആരാണ് പ്രഖ്യാപിച്ചത്? അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു കാരണം. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം ആഭ്യന്തര കലഹം. രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരി. മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടുത്തത്, ദഹസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ. ദഹസല അഥവാ സാപ്തി എന്ന ഭൂനികുതി സമ്പ്രദായം സ്ഥാപിച്ചത് 1580. സാപ്തി അഥവാ ദഹസല എന്ന ഭൂനികുതി സമ്പ്രദായത്തിന് രൂപം നൽകിയത് അക്ബറിന്റെ ധനകാര്യ മന്ത്രിയായ രാജാ തോഡർമാൾ ആണ് സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറിന്റെ ധനകാര്യ മന്ത്രി.
മാൻസബ്ദാരി സമ്പ്രദായം എന്തായിരുന്നു? അക്ബറിന്റെ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി സമ്പ്രദായം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ്? അക്ബറാണ്. ജസിയ നടപ്പിലാക്കിയത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ് എന്നിവയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാന സൈനിക ചേരികൾ ഏതൊക്കെ ചേരികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ഏതാണ്? പാരീസ് സമ്മേളനമാണ്. പാരീസ് സമ്മേളനം. കൂടാതെ ഒരു സന്ധി ഒപ്പുവെച്ച ആ സന്ധിയുടെ പേരെന്താ? വേഴ്സായി സന്ധിയാണ്. വേഴ്സായി സന്ധി. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. ശരിയാണ്. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഈ തന്നിരിക്കുന്ന രണ്ടും ശരിയാണ്. ബൂർബൻ രാജവംശം, ലൂയി രാജാക്കന്മാരുടെ രാജവംശമാണ് ബൂർബൻ രാജവംശം. ബൂർബൻ രാജവംശത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രഥമ കാരണം അല്ലെങ്കിൽ പ്രധാന കാരണം. ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. ഈ നോവലിന്റെ പ്രത്യേകത എന്താ? ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി രചിച്ച നോവലാണ് ടെയിൽ ഓഫ് ടു സിറ്റീസ്, രണ്ട് നഗരങ്ങളുടെ കഥ. ഈ കൃതിയുടെ ഈ നോവലിന്റെ രചയിതാവാരാണ്? ചാൾസ് ഡിക്കൻസ് ആണ്. ചാൾസ് ഡിക്കൻസ്. അടുത്ത ചോദ്യം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കി രചിച്ച കൃതി ഏതാണ്? അമ്മ എന്ന കൃതിയാണ്. അമ്മ. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യത്തെ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഏത്? ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് എന്തുണ്ടായത്? ഒക്ടോബർ വിപ്ലവവും ഉണ്ടായത്. അപ്പൊ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏതൊക്കെ? അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെ കുറിച്ച് ശരിയായിട്ടുള്ളത്? അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവി ഉണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിന്റെ നിശ്ചിത ശതമാനമാണ്. ശരി. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതും ആണ്. അപ്പോ ത്വക്കിൽ നിന്നും കുറച്ചു ജലം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വരണ്ട അവസ്ഥയായിരിക്കുമ്പം ആപേക്ഷിക ഈർപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറവായിരിക്കും. ഈർപ്പമുള്ള അന്തരീക്ഷമാണെങ്കിൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ആപേക്ഷിക ഈർപ്പം കൂടുതലുണ്ടെങ്കിലോ കുറച്ച് ജലം മാത്രമേ ബാഷ്പീകരിക്കപ്പെടത്തുള്ളൂ. ആപേക്ഷിക ഈർപ്പം കുറവാണെങ്കിൽ കൂടുതൽ ജലം നമ്മുടെ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടും. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണേ. ആപേക്ഷിക ഈർപ്പം എന്നോട് ഉദ്ദേശിക്കുന്നത് ആപേക്ഷിക ആർദ്രത തന്നെയാണ്. എന്താണ് ആപേക്ഷിക ആർദ്രത? ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നീരാവിയുടെ അളവും ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന നീരാവിയുടെ അളവും തമ്മിലുള്ള അനുപാതമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം എന്നൊക്കെ പറയുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? പെരിയാർ നദിയുടെ പോഷക നദി മംഗലപ്പുഴ, ഇടമലയാർ എന്നിവയാണ്. ഗായത്രി പുഴ ഏതിൻ്റെതാണ്? ഭാരതപ്പുഴയുടേതാണ്. ഭാരതപ്പുഴ.
പെരിയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? ഇടമലയാർ, ചെറുതോണിയാർ, മുല്ലയാർ, മുതിരപ്പുഴ, പെരുന്തുറയാർ, പെരിഞ്ഞാങ്കുട്ടിയാർ, കട്ടപ്പനയാർ, ഇവയൊക്കെ മംഗലപ്പുഴ, ഇവയൊക്കെ പെരിയാർ നദിയുടെ പ്രധാന പോഷക നദികളാണ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ഹിമാലയത്തിന്റെ ലോക്കൽ ഡിവിഷൻസ് ആണ് തന്നിരിക്കുന്നത്. അത് ഏത് നദികൾക്കിടയിൽ, ഏത് നദി മുതൽ ഏത് നദി വരെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം. ആദ്യത്തേത് പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ് ആണ്. പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ്. കുമയൂൺ ഹിമാലയം സത്ലജ് മുതൽ കാളി നദി വരെ. നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്ത. അസം ടീസ്ത ടു ബ്രഹ്മപുത്ര. അപ്പൊ അസം നദി ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടുന്ന് സോർട്ട് ചെയ്യാൻ പറ്റും, എയോ ബിയോ. ഇനി പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ സിന്ധ് ആണ് ഏത്? ഇൻഡസ്. അപ്പൊ 2A ആണ്. എ വന്ന് ജോയിൻ ചെയ്യുന്ന 2ലേക്ക്. അപ്പോ എ വന്ന് ജോയിൻ ചെയ്യുന്ന 2ലേക്ക് ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ മർദ്ദവ്യത്യാസം, കോറിയോലിസ് ഇഫക്റ്റ്, ഘർഷണം, 3ഉം കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശം, ഇവിടെ കാറ്റിന്റെ വേഗം കുറവായിരിക്കും. അതിന് കാരണം എന്താണ്? ഘർഷണം കൂടുതലായതുകൊണ്ട്. ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിന്റെ വേഗം കുറവാകാൻ കാരണം എന്താണ്? ഘർഷണം കൂടുതലായതുകൊണ്ട്. ഘർഷണം കുറവായതുകൊണ്ടാണ് സമുദ്ര ഉപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ ഇവിടെയൊക്കെ കാറ്റിന്റെ വേഗം കൂടുതലായിരിക്കും. അവിടെ എന്താണ്? ഘർഷണം കുറവാണ്. അപ്പോൾ ഫ്രിക്ഷന് അവിടെ ചാൻസ് വരുന്നില്ല. അതുകൊണ്ട് കാറ്റ് നല്ല രീതിയിലായിരിക്കും വീശിയടിക്കുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ശരി. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. ശരിയാണ്. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പോ സീമ, ഫലക സീമകൾ എത്ര തരം? 3. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമ എന്നാൽ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്ന അതിര്. സീമ എന്നാൽ അതിരാണ്. ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്ന അതിരുകളാണ് സംയോജക സീമ. ഫലകങ്ങൾ പരസ്പരം അകലുന്ന, വിയോജിപ്പ് എന്ന് വെച്ചാൽ അകൽച്ചയല്ലേ. അപ്പോൾ ഫലകങ്ങൾ പരസ്പരം അകലുന്ന അതിനെ വിയോജക സീമ എന്ന് പറയും. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിനെ എന്ത് പറയും? ഛേദക സീമ എന്ന് പറയും. ഛേദക സീമ. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന അതിരുകളാണ് ഛേദക സീമ. ഛേദക സീമ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ കണക്കാക്കി നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്ന് കോഴ്സുകൾക്കെല്ലാം 15% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കെ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോണം. ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.